ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രോഷ്യ ആൻഡ് മീ. ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള സ്ട്രോബെറീസ് എങ്ങനെ ക്രോഷ്യ ചെയ്യാൻ നോക്കാം. ഇത് നിങ്ങൾക്ക് ബാക്ക് ചാംസ് ആയിട്ടോ അല്ലെങ്കിൽ കീ ചെയിനായിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഈ 3 ഷെയ്ഡിലുള്ള കോട്ടൺ യാൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ 3.5 mm ക്രോഷ്യ ഹുക്കും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സിസേഴ്സ്, നീഡിൽ, അതുപോലെ സ്റ്റിച്ച് മാർക്കർ, പിന്നെ ഇത് ഫില്ല് ചെയ്യാനുള്ള ഫൈബർ ഫില്ലുമാണ്. ഇത് നമുക്ക് റൗണ്ട് 1 സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മാജിക് റിംഗ് ആണ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു മാജിക് റിങ്ങിലേക്ക് 6 സിംഗിൾ ക്രോഷ്യേസ് നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നമുക്ക് ടോട്ടലി 6 സ്റ്റിച്ചസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മാജിക് റിങ്ങിലേക്ക് 6 സിംഗിൾ ക്രോഷ്യേസ് ചെയ്തിട്ട് വരാം. പാറ്റേൺ എല്ലാം ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ടും ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിവിടെ 6 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ഒരു ടെയിൽ എൻഡ് വലിച്ചിട്ട് റൗണ്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. റൗണ്ട് 2 നമ്മൾ ചെയ്യേണ്ടത് 1 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ് ആണ്. അത് 3 തവണ റിപ്പീറ്റ് ചെയ്യണം. അതായത് ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് പാറ്റേൺ പോകുന്നത്. ഇങ്ങനെ ടോട്ടൽ 9 സ്റ്റിച്ചസ് ആയിരിക്കും നമുക്ക് ഈ ഒരു റൗണ്ടിൽ വരുന്നത്. ഞാനിവിടെ ഫസ്റ്റ് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത സ്റ്റിച്ചിൽ നമുക്ക് ഇൻക്രീസ് ചെയ്തെടുക്കാം. ഒരു സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് എന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യസ് ചെയ്തെടുക്കുക എന്നതാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഇതേ ഒരു പാറ്റേൺ 2 തവണ കൂടി റിപ്പീറ്റ് ചെയ്യാവേ. ഞാനിവിടെ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 9 സ്റ്റിച്ചസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് റൗണ്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. നെക്സ്റ്റ് റൗണ്ടിലെ പാറ്റേൺ എന്ന് പറയുന്നത് 1 സിംഗിൾ ക്രോഷ്യ, ഇൻക്രീസ്, 1 സിംഗിൾ ക്രോഷ്യ, ഇങ്ങനെ 3 തവണ റിപ്പീറ്റ് ചെയ്യാം. അതായത് ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ 1 ആയി. അങ്ങനെ 2 തവണ കൂടി റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ടോട്ടൽ നമ്മുടെ ഈ റൗണ്ടിൽ 12 സ്റ്റിച്ചസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാവേ. ഞാനിവിടെ മുഴുവനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3rd റൗണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. നെക്സ്റ്റ് റൗണ്ടിലെ പാറ്റേൺ വരുന്നത് 3 സിംഗിൾ ക്രോഷ്യ 1 ഇൻക്രീസ് ആണ്. അതായത് ആദ്യത്തെ 3 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യേസ് വീതം ചെയ്തെടുക്കുക, എന്നിട്ടൊരു ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ 3 തവണ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ടോട്ടൽ 15 സ്റ്റിച്ചസ് ആയിരിക്കും അപ്പോൾ കിട്ടുന്നത്. ഞാനിവിടെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യുന്നുണ്ട്. എപ്പോഴും സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് തന്നെ പോവുക. കാരണം നമ്മളിത് സ്പൈറലായിട്ടാണ് ചെയ്തു പോകുന്നത്. അപ്പം നല്ല രീതിയിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ തന്നെ സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാവേ. ഓക്കെ, റൗണ്ട് 4 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. നെക്സ്റ്റ് നമ്മുടെ റൗണ്ട് 5 ആണ്. റൗണ്ട് 5 നമ്മൾ ചെയ്യേണ്ടത് 2 സിംഗിൾ ക്രോഷ്യ, ഒരു ഇൻക്രീസ്,
വീണ്ടും 2 സിംഗിൾ ക്രോഷ്യ. അതായത് ആദ്യത്തെ 2 സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്റ്റിച്ചിൽ ഇൻക്രീസ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് വീണ്ടും അടുത്ത 2 സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷ്യേസ് വീതം ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ട് ഫിനിഷ് ആകുമ്പോൾ നമുക്ക് ടോട്ടലി 18 സ്റ്റിച്ചസ് ആയിരിക്കണം വേണ്ടത്. അപ്പോൾ ഓക്കെ, നമുക്കിത് ചെയ്തെടുക്കാവേ. ഓക്കെ, ഈ ഒരു റൗണ്ടും ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റൗണ്ടിൽ ടോട്ടലി 18 സ്റ്റിച്ചസ് ആയിരിക്കണം വരേണ്ടത്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാവേ. അടുത്തത് 6th റൗണ്ടാണ്. 6th റൗണ്ടിൽ നമ്മൾ ചെയ്യേണ്ടത് 1 സിംഗിൾ ക്രോഷ്യ, ഇൻക്രീസ് 1 സിംഗിൾ ക്രോഷ്യ ആണ്. അങ്ങനെ 6 തവണയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് 24 സ്റ്റിച്ചസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. എന്നിട്ട് തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്തെടുക്കാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാവേ. നമ്മൾ ഒരു തവണ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതേ ഒരു പാറ്റേൺ 5 തവണ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു റൗണ്ടും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാവേ. നെക്സ്റ്റ് 2 റൗണ്ട്സ് നമ്മൾ ഒരുപോലെയാണ് ചെയ്യുന്നത്. അതായത് 7ാമത്തെ റൗണ്ടും 8ാമത്തെ റൗണ്ടും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്തെടുക്കുന്നത്. മൊത്തം ഒരു റൗണ്ടിൽ 24 സ്റ്റിച്ചസ് ആയിരിക്കും വരുന്നത്. ഞാനിവിടെ 2 റൗണ്ടും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ട് മുതൽ നമ്മൾ ഡിക്രീസിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ 9ാമത്തെ റൗണ്ട് എന്താണെന്ന് നോക്കാം. ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്, ഒരു സിംഗിൾ ക്രോഷ്യയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചിൽ ഡിക്രീസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇൻവിസിബിൾ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 2 സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്പിലൂടെ മാത്രം ഹുക്കിനെ വലിച്ചെടുക്കാം. എന്നിട്ട് വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിലൂടെ വലിച്ചെടുക്കാം. ഇതാണ് ഇൻവിസിബിൾ ഡിക്രീസ്. ഇതിനെ പറ്റിയിട്ടും ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ കഴിഞ്ഞത് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. എന്നിട്ട് ഒരു ഡിക്രീസ് ചെയ്തു. ഇനി വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇങ്ങനെ നമ്മൾ ഇനി 5 തവണ കൂടി റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ നമുക്ക് ഈ ഒരു റൗണ്ട് കഴിയുമ്പം ടോട്ടൽ 18 സ്റ്റിച്ചസ് ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു റൗണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 18 സ്റ്റിച്ചസ് വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ. അടുത്ത റൗണ്ട് 10 ആണ്. ഇവിടെ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ് ആണ്. അങ്ങനെ 6 തവണ. ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഡിക്രീസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ 6 തവണ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 12 സ്റ്റിച്ചസ് ആയിരിക്കും വരുന്നത്. അപ്പം നമുക്കിത് ഫിനിഷ് ചെയ്തിട്ട് വരാവേ. അപ്പോൾ നമ്മുടെ ഈ ഒരു റൗണ്ടും ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. അതിനുശേഷം ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സ്റ്റിച്ച് മാർക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം.
നമ്മൾ പോളി ഫൈബർ ആണ് യൂസ് ചെയ്യുന്നത്. അതിനെ ജസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ പാർട്സ് ആക്കി മാറ്റിയ ശേഷം കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓവർ ഫില്ല് ചെയ്യേണ്ട, അതുപോലെ ലെസ്സായിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല. ആവശ്യത്തിനനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ നമ്മുടെ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഷേപ്പും കൂടെ ആക്കി കൊടുക്കുക. അന്നേരമായിരിക്കും അത് കറക്റ്റായിട്ട് വരുന്നത്. ഞാനിവിടെ ഇത്രയും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാം. അതിനുശേഷം കുറച്ചുകൂടി ഫില്ല് ചെയ്യാം. അപ്പോൾ അടുത്ത റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് 6 ഡിക്രീസ് ആണ്. അപ്പോൾ നമുക്ക് ടോട്ടലി ലാസ്റ്റ് വരുന്നത് 6 സ്റ്റിച്ചസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിക്രീസ് സ്റ്റിച്ചസ് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ഡിക്രീസ് ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. കുറച്ച് പതുക്കെ ചെയ്താൽ മതി, കാരണം ആ ഒരു ഫില്ലിങ് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ സൂക്ഷിച്ചിട്ട് സമാധാനത്തെ നമ്മൾ ചെയ്തെടുത്താൽ മതി. ഓക്കെ, നമ്മളിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് യാണൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. കുറച്ച് ലെങ്ത്തിൽ തന്നെ എടുക്കുക, കാരണം നമുക്ക് ലാസ്റ്റത്തെ ആ ഹോള് ഫിനിഷ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ലെങ്ത്തിൽ യാൺ എടുക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ നമുക്ക് സ്റ്റിച്ച് മാർക്കറും റിമൂവ് ചെയ്യാം. ഇനി കുറച്ചുകൂടെ ഫില്ലിങ്സ് നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം നമുക്ക് ഇതിലേക്കൊന്ന് ഫില്ലാക്കി കൊടുക്കാം. ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഹോള് ഹൈഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു യാണിനെ നീഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവേ. ഇനി നമ്മുടെ ഓരോ സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രം ഇങ്ങനെ നീഡിൽ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ഈ ഒരു ഡയറക്ഷനിൽ വേണം നമ്മളെപ്പോഴും ചെയ്ത് കൊടുക്കാൻ. ഇങ്ങനെ താഴേന്ന് മുകളിലോട്ട് വരുന്ന രീതിയിൽ എല്ലാ സ്റ്റിച്ചിൽ നിന്നും നമുക്ക് യാണിനെ വലിച്ചെടുക്കാം. ഇനി ആ ഒരു യാണിനെ വലിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഹോൾ ക്ലോസ് ആയിട്ട് വന്നോളൂ. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള യാണിനെ ജസ്റ്റ് റാൻഡമായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിങ്ങനെ ഹൈഡായി പൊയ്ക്കോളും. ഓക്കെ, ഇനി എക്സ്ട്രാ വന്ന യാണിനെ കട്ട് ചെയ്ത് റിമൂവ് ആക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ യാണ് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നീഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് റാൻഡമായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയ സ്പേസിങ്ങിൽ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എടുക്കാവേ. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്തോളൂ, പ്രശ്നമില്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ സ്ട്രോബെറിയിൽ കാണുന്ന പോലെ കുഞ്ഞതായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയേ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബോഡി പോർഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വെക്കേണ്ട ആ ഒരു ലീഫ് പോർഷന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ കളർ യാണിൽ ഒരു മാജിക് റിങ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് കൗണ്ട് ചെയ്ത് നോക്കാം 6 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടോ എന്ന്. എന്നിട്ട് ടെയിൽ എൻഡ് ജസ്റ്റ് ഒന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. ഇനി ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷ്യയിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടി ചെയ്താൽ നമ്മുടെ ഈ ഒരു റൗണ്ട് ഫിനിഷായി. ഓക്കെ, ഈ റൗണ്ടിൽ 6 സ്റ്റിച്ചസ് ആണ് നമുക്ക് മൊത്തം വേണ്ടത്. ഇനി നെക്സ്റ്റ് റൗണ്ടിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തെടുക്കാം. ഓക്കെ, 4 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അതേപോലെ ബാക്കിയുള്ള 2 സ്റ്റിച്ചിലും കൂടെ സിംഗിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യേസ് ആണ് ചെയ്യുന്നത്. ഇനി നമ്മൾ തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്.
ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റിച്ച്. ഇവിടെ ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഇതേ ഒരു പാറ്റേൺ 5 തവണ റിപ്പീറ്റ് ചെയ്യുക. അതായത് 4 ചെയിൻസ് ചെയ്യുക, എന്നിട്ട് ആദ്യത്തെ ചെയിൻ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് 3 സിംഗിൾ ക്രോഷേസ് ചെയ്തെടുക്കാം. എന്നിട്ട് തൊട്ടടുത്തുള്ള സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 5 തവണ ചെയ്തെടുക്കുക. ഇങ്ങനെ ആയിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ടെയിൽ ലൈൻസൊക്കെ തമ്മിലൊന്ന് കെട്ടിയ ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ സ്ട്രോബെറിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഗ്ലൂ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രോബെറിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിനെ നിങ്ങൾക്ക് കീ ചെയിൻ ആക്കാം, അല്ലെങ്കിൽ ബാക്ക് ചാംസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും ചോദിക്കാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്രോഷേ റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ്